ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നമ്മുടെ മൂന്നാം പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് റിലേറ്റീവ് മോഷൻ. മൂന്നാം പാഠം വൺ ഡയമെൻഷൻ മോഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് റിലേറ്റീവ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇന്ന് നമ്മൾ വൺ ഡയമെൻഷൻ മോഷനിൽ റിലേറ്റീവ് മോഷനാണ് പഠിക്കുന്നത്. ഇതേപോലെ ടു ഡയമെൻഷണൽ മോഷനിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാലാം പാഠത്തിൽ ഏറ്റവും കിടുക്കാച്ചി രണ്ട് ടോപ്പിക്കുണ്ട് എൻട്രൻസ് പരീക്ഷയ്ക്കും അതേപോലെ ബോർഡ് എക്സാമിനും. നമ്മുടെ 2018 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്ക് വെച്ചിട്ട്. നമ്മുടെ ഇൻസൈഡ് ടെസ്റ്റിലെ മൂന്നാം പാഠത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ 3.9 എക്സാമ്പിൾ അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മങ്കി ട്രെയിനിൻ്റെ പക്കത്തോട് നടക്കുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കണം. ഇത്ര ദിവസം നമ്മൾ തന്നെ പഠിച്ചേ. ഈ മൂന്നാം പാഠത്തിൽ നമ്മൾ ഈ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നാ റിലേറ്റീവ് എന്നൊക്കെ സംഭവം നമുക്കത് ഫീൽ ചെയ്യാം എന്നതാണ്. ഈ പാഠം ഈ പോർഷൻ പഠിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ പോർഷൻ പഠിക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടൊരു ഐഡിയ വേണ്ടത്. ഒന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഒബ്സർവർ. രണ്ടാമത്തെ കാര്യമാണ് FOR, ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒബ്സർവർ ആരാ? ഇപ്പോൾ നോക്കിയേ, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഠിച്ചില്ലേ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ ഒരു ബസ് ഉണ്ട്, അത് റോഡിൽ കൂടെ 50 മീറ്റർ/സെക്കൻഡിൽ സ്പീഡ്, ജീപ്പ് അല്ലെ കാറ്, ലോറി, ഇതൊക്കെ ഒരു 50 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് ഇനീഷ്യൽ വെലോസിറ്റി. അതിന് ആക്സിലറേഷൻ ഉണ്ട്, A = 2 മീറ്റർ/സെക്കൻഡ്². അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജീപ്പ് എത്ര ദൂരം അകലെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ക് ചെയ്തിട്ടുണ്ട്. ദൂരം എവിടെ നിന്ന് അളന്നേ? ഇവിടുന്ന്. വെലോസിറ്റി 50 മീറ്റർ/സെക്കൻഡ്. അവിടെ ഒരു കാറേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ജീപ്പേ ഉള്ളൂ. വെലോസിറ്റി എന്നതാ 50 മീറ്റർ/സെക്കൻഡ്. ഇത് ആരാ നോക്കി നിൽക്കുന്നത്? നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. അപ്പം നമ്മൾ ഒബ്സർവർ ഇവിടെ നിന്നിട്ട് ഈ കാറിൻ്റെ പരിപാടികളൊക്കെ നോക്കുക. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മളിവിടെ ഒരു എക്സും വൈയും, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും നമ്മളിവിടെ വരച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ കാറിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചേ. എന്നിട്ട് നമ്മൾ അളന്നു. വൺ ഡയമെൻഷൻ മോഷൻ അല്ലേ? അപ്പോൾ എക്സ് ആക്സിസിലേക്ക് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 50 മീറ്റർ അകലെയാണ് കാർ നിൽക്കുന്ന ആൻസർ കിട്ടി. 50 അല്ല, ഞാൻ ചുമ്മാ ഒരു വാല്യൂ പറഞ്ഞേ ഉള്ളൂ. V = U+80 എന്ന് കൊടുത്തിട്ട് V കാണാം, അല്ലെങ്കിൽ S = UT + ½ AT² കണ്ടാൽ മതി ഈ ഡിസ്റ്റൻസ് കാണാനായിട്ട്. ഞാൻ ചുമ്മാ വിചാരിക്കുകയാണ് 50 മീറ്റർ/സെക്കൻഡ് ആണ്. അത് എവിടെ നിന്ന് അളന്നേ? നമ്മളിതാ ഈ ഒറിജിനിൽ നിന്ന്. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു എക്സും വൈയും ആക്സിസും നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി പോട്ടെ, നമ്മൾ നാലാം പാഠത്തിൽ കുറച്ച് ഭാഗം എടുത്തായിരുന്നു അല്ലേ? പ്രൊജക്റ്റൈൽ മോഷൻ. ഒരു ബോളുണ്ട്, ബോൾ എടുത്തിട്ട് നമ്മളൊരു കിക്ക് ചെയ്തു. പ്രൊജക്റ്റൈൽ മോഷൻ ഒരു 30 ഡിഗ്രി ആംഗിളിലായിരുന്നു അത്. മാക്സിമം ഹൈറ്റ് എത്ര, മാക്സിമം ഡിസ്റ്റൻസ് സഞ്ചരിച്ച എത്ര, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക ചെയ്തേ. നമ്മൾ ഈ ബോളിൻ്റെ പക്കത്ത് കയറിയിരുന്നോ? ഇല്ലല്ലോ, നമ്മൾ പുറത്ത് നിങ്ങൾ നോക്കുക ചെയ്തേ. അപ്പം നമ്മളാണ് ഈ ഒബ്സർവർ. നമ്മളിവിടെ അറിയാതെ തന്നെ നമ്മളോടൊരു എക്സും വൈയും ആക്സിസും വരച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം അന്ന് പറയുകയും കൂടി ചെയ്തായിരുന്നു അല്ലേ? എക്സ് ആക്സിസിലേക്കുള്ള വെലോസിറ്റി, വൈയിലേക്കുള്ള വെലോസിറ്റി, എക്സിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, വൈയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അത് 0 ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രത്യേകം പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി എക്സും വൈയും ആക്സിസോട് വരച്ചു കഴിഞ്ഞു. ഈ എക്സും വൈനെയും പറഞ്ഞ പേരാണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ എന്തിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നോക്കി ഇവിടെ നമ്മൾ ഈ ബോഡിയുടെ മോഷൻ പറയുന്നത് ഈ കോർഡിനേറ്റ് വെച്ചിട്ടാണ്. ഇതാണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്. എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് ആക്സിസ് കേട്ടോ. ആ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അത്രയേ ഉള്ളൂ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇവിടെ നമുക്ക് ഇസഡ് ആക്സിസിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് 2D ആണ്. ഇസഡിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ഇത് വൺ ഡയമെൻഷൻ മോഷനാണ്. ശരിക്കും പറഞ്ഞാൽ വൈയും വേണ്ട, ഇതും നമുക്ക് ആവശ്യമില്ല. അപ്പം പിന്നെ ഇസഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ എക്സും വൈ ഇസഡ് ആക്സിസിനെ പറഞ്ഞു വരാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ രണ്ട് കാര്യം മനസ്സിലായാലും ഒബ്സർവർ ആരാ? നമ്മൾ ഇവിടെ നോക്കുന്നയാൾ. ഇപ്പം നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇനി വരാൻ പോവാ. അവിടെയാണ് നമ്മൾ എവിടെ നിന്നിട്ടാണോ നോക്കുന്നതെന്നുള്ളത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ലോസ് ഓഫ് മോഷനകത്ത്, സ്യൂഡോ ഫോഴ്സിനകത്ത് ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് തൽക്കാലം കുറച്ചൊരു ഐഡിയ മാത്രം മതി. അപ്പോൾ ഈ വക കണക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് എന്നാ പ്രശ്നം നോക്കാം.
നോക്കിയോ, ഒരു ഹൈവേ ആണേ. ഹൈവേയിൽ ഒരു ബസ് പോവുക. ബസ് പോകുന്നത് 50 മീറ്റർ പെർ സെക്കൻഡിൽ. എത്രയാ? 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് 50 മീറ്റർ പെർ സെക്കൻഡാന്ന് എന്തിനെ വിത്ത് റെസ്പെക്റ്റുമാണ്? ഇപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കുക, ഞാൻ ഒബ്സർവർ, ഇവിടുന്ന് ഞാൻ നമ്മുടെ ഒബ്സർവർ നോക്കുക. ഞാൻ നോക്കുമ്പോൾ ബസ് ഒരു 50 മീറ്റർ പെർ സെക്കൻഡിൽ അങ്ങോട്ട് പോവുക. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ. ഒബ്സർവർ എവിടെയായിരിക്കുന്നത്? ഗ്രൗണ്ടിൽ, നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുക ബസ്സിനെ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നമുക്ക് ഈ റിലേറ്റീവ് മോഷൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ എടുത്തു പറയണം. നമ്മൾ ഇത്രയും നേരം നമ്മൾ അങ്ങനെ എടുത്തു പറഞ്ഞില്ല. വെലോസിറ്റി ഓഫ് ബസ് 50 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 50 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കണക്ക് ചെയ്ത് ഇത് നമ്മൾ എടുത്ത് പറയണം. കാരണം അത് പറഞ്ഞാൽ മാത്രമേ നമുക്കിനി കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്ഷനും. ഇത് വെക്ടറാണല്ലോ, അപ്പോൾ ഡയറക്ഷനും. അപ്പം ഞാനിനി വലതുവശത്തേക്കുള്ള മോഷനെ ഒക്കെ ഞാൻ പോസിറ്റീവ് എടുക്കുക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ്. പ്ലസ് അതുകൊണ്ട് പ്ലസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, മൈനസ് ആണ്, നമുക്ക് എടുത്ത് പറയാം മൈനസ് ആണ്. ഓക്കെ, ഇന്ന സംഭവം എന്നറിയോ, നമ്മളിങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ ബസ്സിൽ പോകാൻ നേരത്ത് നമ്മുടെ ഹൈവേൻ്റെ അടുത്ത് ഏതെങ്കിലും മരം ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ട്രീ. നമുക്ക് എന്നാ ഫീൽ ചെയ്യുന്നത്? നമ്മളിങ്ങനെ പാഞ്ഞു പോകാൻ നേരത്തിൽ ട്രീ കണ്ടാൽ ട്രീയെ നോക്കുമ്പോൾ ട്രീ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നും അല്ലേ? അത് നോക്കിയോ എങ്ങനെയാണ് വരുന്നതെന്ന്. ഞാൻ ഒരു ട്രീ വരയ്ക്കുമോ? എൻ്റെ വണ്ടി ഇതാ മുമ്പോട്ട് പോവാണ്. പിന്നെ ഞാൻ ഈ ട്രീനെ നോക്കി വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാ? ട്രീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒബ്സർവർ എവിടെയാണ്? ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർ ട്രീയെ നോക്കുമ്പോൾ ട്രീ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. വെലോസിറ്റി എത്രയാണ് മക്കളെ? 0. പക്ഷേ ഇവൻ നോക്കുമ്പോണ്ടല്ലോ, ബസ്സിനകത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടോ ആരെങ്കിലും നോക്കി ഇവൻ നോക്കുമ്പോൾ എന്നറിയോ, ട്രീ പുറകോട്ട് പോകുന്ന പോലെ തോന്നും. ഇവൻ മുമ്പോട്ട് പോകുന്ന പോലെ ഇവൻ തോന്നില്ല. കാരണം എന്നാന്ന് പറയാം. അപ്പോൾ നോക്കിയോ, ഇവൻ എന്താ ഫീൽ ചെയ്യുന്ന നോക്കിയോ, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ബസ്. എന്നാ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഈ ഒറ്റ ഇക്വേഷനെ റിലേറ്റീവ് മോഷൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളൂ. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മുടെ എസ് സി വർമ്മയുടെ പുസ്തകത്തിനകത്ത് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. കൂടെ ഗ്രൗണ്ടിൻ്റെ ഒരു ടേം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെക്ടർ ആയതുകൊണ്ട് ഒരു വെക്ടർ സൈൻ ഇട്ടേക്കുക. ഒന്നും മനസ്സിലാകാൻ വഴിയില്ല, സാരമില്ല, ഇത് നമുക്ക് ഫീൽ ചെയ്യാം, അപ്പോൾ നമുക്ക് കിട്ടിക്കോളും. നോക്കിയേ, വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ബസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക, മൈനസ് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാ? 0. ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ട്രീനെ നോക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്നാ 0 മൈനസ് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് ബസ് എത്ര എങ്ങോട്ടേക്ക്? നമ്മളെടുത്തത് 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലേ? ഇത് വെച്ചിട്ടുണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ്. വലതുവശത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് തന്നെ. ഇവിടെ പ്ലസ് തന്നെ. ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ആണ്, ഇപ്പോൾ മൈനസ് തന്നെ. അപ്പോൾ എന്നാ കിട്ടും ആൻസർ? -50 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ബസ് എനിക്ക് എന്നാ കിട്ടി? -50 മീറ്റർ പെർ സെക്കൻഡ്. എന്നാ അതിൻ്റെ മീനിങ്? 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ബസ്സിൻ്റെ സ്പീഡ്. അതെങ്ങോട്ടേക്കാണ്? മുമ്പോട്ട്. എനിക്ക് എൻ്റെ ആൻസർ എന്നാ കിട്ടിയ? വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ബസ്. ബസ്സിൽ നിന്ന് ഞാൻ ട്രീനെ നോക്കുമ്പോൾ ട്രീൻ്റെ വെലോസിറ്റി എത്രയാണ്? -50 മൈനസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അതേ വാല്യൂ 50. അപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ ട്രീനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 50 മീറ്റർ പെർ സെക്കൻഡ് പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇതാണ് ഈ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ കൺസെപ്റ്റ് കേട്ടോ. നമുക്കറിയാം ട്രീ പോകുന്നില്ല എന്ന്. അതെപ്പോഴാണ്? നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ്. പക്ഷേ ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ ട്രീ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നും. പിന്നെ സംഭവിച്ചെന്നറിയോ,
ഈ നോക്കുന്നയാൾ, ഈ ബസ്സിൽ നിന്ന് നോക്കുന്നയാൾ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, അയാൾ നോക്കുന്നില്ല, അയാളുടെ കാഴ്ചപ്പാട് അത് എവിടെ നിന്നാണ്? ബസ്സിൽ നിന്നാണ്. ബസ്സിലാണ് അയാൾ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്ങോട്ടും പോകുന്നുണ്ടോ? ഇല്ല. ഇയാൾ ഇവിടെ തന്നെ നിൽക്കുന്നത്, ബസ് മുമ്പോട്ട് പോകുന്നുണ്ട്. അയാളുടെ ആ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് അയാളുടെ എക്സ് വൈ സെറ്റ്. അയാൾ അവിടെ നിന്ന് അങ്ങനെ നോക്കുന്നത്. നോക്കുമ്പോൾ ഇത് ഇയാളുടെ ഫ്രെയിമിൽ നിന്ന് ഈ ട്രീ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സ്പീഡാണ് നമുക്കിവിടെ കിട്ടിയത് കേട്ടോ. നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തായിരുന്നു? ഇവിടെ നിന്ന് നോക്കിയ ആളുടെ, ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയ ആളുടെ, ഇയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ എവിടെയോ ആയിരുന്നു, ഇവിടെ കേട്ടോ. ഇതിനടുത്ത് എവിടെ ഇയാൾ വിചാരിക്കുന്നത്, നോക്കുന്നു, ഇങ്ങനെ നിന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് നോക്കുമ്പോൾ ട്രീ അവിടെ തന്നെ ഉണ്ട്. എക്സിൽ നിന്ന് എത്രയോ ദൂരം, എക്സിലേക്ക് എത്രയോ ദൂരമുണ്ട്, വൈയിൽ നിന്ന് എത്രയോ ദൂരമുണ്ട്, അവിടെ തന്നെ അയാൾ ഫിക്സ്ഡാണ്. പക്ഷേ ബസ് എക്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. എത്ര സ്പീഡിൽ? 50 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ. അതാണ് ഈ സംഭവം. വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ്? 50 മീറ്റർ/സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 0. കാരണം ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇയാൾ മൂവ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ഈ ബസ്സിലിരിക്കുന്ന ആളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് സംബന്ധിച്ചിടത്തോളം ട്രീ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇയാളോ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുക. കാരണം ഫ്രെയിം ഓഫ് റെഫറൻസ് അവിടെ തന്നെ ഇരിക്കുവാണേ. മനസ്സിലായോ? പിന്നെ നമുക്ക് കുറച്ച് ഏറെ കണക്കുകൾ ചെയ്യാം, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ഹൈവേ, ഈ ഹൈവേയിൽ ഒരു ബസ് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. സ്പീഡ് 100 മീറ്റർ/സെക്കൻഡ്. ചെറുതൊന്നുമല്ല, നല്ല വിടലാണ്. സീറ്റൊരാൾ ഇരിപ്പുണ്ട്. ഒരു എ എന്ന് പറയുന്നൊരു ബോഡി, ഒരു മനുഷ്യൻ എ കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്പീഡ് എത്രയാ? 100 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഈ 100 എന്ന് പറഞ്ഞാൽ ഈ ബസ്സിന്റെ സ്പീഡാണ്. ഇവിടെ നിന്ന് നോക്കുന്ന, ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ബസ് 100 മീറ്റർ/സെക്കൻഡിൽ പോകുന്നതായിട്ടാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് 100 മീറ്റർ/സെക്കൻഡ്. ഇവിടെ വേറൊരു ബസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. എത്രയെന്നറിയോ? ഒരു 40 മീറ്റർ/സെക്കൻഡ്. ഇരിപ്പുണ്ട് ഒരാള്, ബി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പൊ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് 40 മീറ്റർ/സെക്കൻഡ്, അല്ല -40 മീറ്റർ/സെക്കൻഡ്. കാരണം നമ്മൾ അങ്ങോട്ടേക്കുള്ളത് ഓൾറെഡി നമ്മൾ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങോട്ടേക്കുള്ളത് എന്തെടുക്കാൻ പാടുള്ളൂ? മൈനസ്. അപ്പൊ ഇതിന്റെ സ്പീഡ് എത്രയാ? -40 മീറ്റർ/സെക്കൻഡ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒരു ഹൈവേയിൽ പോകാൻ നേരത്ത് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ബസ് അല്ലെങ്കിൽ ആ ജീപ്പ് അല്ലെ കാറ് എന്നാ സ്പീഡിൽ അങ്ങോട്ട് പോകണേ? നമുക്ക് തോന്നുന്നത് ഭയങ്കര സ്പീഡിൽ പുറകോട്ട് പോകുന്നതായിട്ടാണ്, അല്ലേ? അതെങ്ങനെ വരുന്നത് നോക്കൂ. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. തിരിച്ചു വന്നേ ഉള്ളൂ. നമുക്ക് ഇതും കാണാം, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, അതും കാണാം. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ്? -40 മൈനസ് 100, -40 മൈനസ് 100 -140 മീറ്റർ/സെക്കൻഡ്. ഇതിനർത്ഥം അറിയോ? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, എയിൽ ഇരിക്കുന്ന ഒരാള് ബിനെ നോക്കുമ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ശരിക്കും ഓർത്തിരുന്നോ? മനസ്സിലാക്കിയോ എന്നാ സംഭവം? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, എയിൽ ഇരിക്കുന്ന ഒരാള് ബിനെ കാണുന്നത് -140 മീറ്റർ/സെക്കൻഡിൽ പോകുന്നതായിട്ടാണ്. മൈനസാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള പ്ലസ് എടുത്തേ, ഇങ്ങോട്ടേക്കുള്ളതല്ലേ മൈനസ്. ഇങ്ങോട്ടേക്ക് 140 മീറ്റർ/സെക്കൻഡിൽ പോകുന്നുണ്ടെന്നാണ് അർത്ഥം. ഇവൻ നോക്കുമ്പോഴോ ഇവൻ ഇങ്ങോട്ടേക്ക് എത്ര മീറ്റർ/സെക്കൻഡിൽ പോകുന്നതായിട്ടാ തോന്നുന്നത് നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ബിയിൽ ഇരുന്നിട്ട് എനെ നോക്കുമ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ജി മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ജി. എ ജി 100
മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ജി മൈനസ് 40. 100 മൈനസ് മൈനസ് 40 എത്രയാ? 140 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഞാൻ അക്ഷരം മാറി എഴുതാം. അപ്പൊ നോക്കിയേ, 100 മൈനസ് മൈനസ് 40 140. അപ്പൊ ഇവൻ നോക്കുമ്പോ ഇവൻ 140 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നതാ കാണുന്നതെന്ന്. പ്ലസ് അല്ലേ? എങ്ങോട്ടേക്കുള്ള പ്ലസ് എടുത്തേ? അങ്ങോട്ടേക്ക്. അപ്പൊ അങ്ങോട്ടേക്ക് 140 100ലാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവന് ഫീൽ ചെയ്തത് 140 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നതായിട്ടാണ്. ഫീൽ ചെയ്തോ? മനസ്സിലായോ? നീ ഇവിടെ നോക്കൂ, ഇതേ ഹൈവേയില് ഇതേ ആൾക്കാര് എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും കേട്ടോ, എ എന്ന് പറയുന്ന ആളും മുമ്പോട്ട് പോവാ. ഇപ്രാവശ്യം ഇവന്റെ സ്പീഡ് 60 മീറ്റർ പെർ സെക്കൻഡ്, ഇവന്റെ സ്പീഡ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇവന് പറയുകയാണെ, എന്തായാലും ഇവനെ നോക്കുമ്പോ പുറകിൽ നിന്ന് ആലോചിച്ച് നമ്മൾ വണ്ടി മുമ്പോട്ട് പോവാണ്. പുറകിൽ നിന്ന് ഒരു കാർ പറഞ്ഞിട്ടുണ്ട്, അവൻ നമ്മളെക്കാൾ സ്പീഡ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഉറപ്പാണ് അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്യും അല്ലേ? അവൻ ഇങ്ങനെ സ്പീഡ് എടുത്ത് ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോകും. അവൻ ആക്ച്വൽ സ്പീഡ് 100 കേട്ടോ. ഇവൻ 40 എടുക്കാൻ പോകും. 40 നമ്മളെക്കാട്ടിലും ഇരട്ടി സ്പീഡാണ്. പക്ഷെ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇവിടെ നോക്കി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് 40. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് 100. നമുക്ക് അറിയണം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. എയിൽ ഇരുന്നിട്ട് ബി യെ നോക്കുമ്പോൾ എത്ര സ്പീഡിലാണ് ആക്ച്വലി കാണുന്നത്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത് എത്രയാ? 100 മൈനസ് 40 എത്രയാ? 60 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവൻ നോക്കുമ്പോ ഇവൻ 60 മീറ്റർ പെർ സെക്കൻഡിൽ അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നുള്ളൂ. ആക്ച്വലി എത്രയാ? 100. ഇത് നോക്കൂ, ഇവൻ എന്താ തോന്നുന്നില്ല. അതാണ് രസം. ഈ നമ്മൾ സ്പീഡിൽ പോയിട്ട് നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കേ, നമ്മൾ സ്പീഡിൽ പോയിട്ട് വേറെ വണ്ടി ഓവർടേക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ ഇരിക്കുന്നു വിചാരിച്ചു, ഈ ബസ്സിൽ ഇരിക്കുന്നു വിചാരിച്ചു. നമ്മളിങ്ങനെ സ്പീഡിൽ പോയിട്ട് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ ഫീൽ ചെയ്യുന്നത്? അവൻ പുറകോട്ട് പോകുന്നല്ലേ. നോക്കി എങ്ങനെ വരുന്നത്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാ? 40 മൈനസ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 100. ഇത് കിട്ടുന്നത് മൈനസ് 60 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 60 മീറ്റർ പെർ സെക്കൻഡിൽ ഇവൻ പുറകോട്ട് പോകുന്നതായിട്ടാ തോന്നുന്നത്. കാരണം മൈനസ് അല്ലേ കിട്ടിയേ. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇവനെ നോക്കുമ്പോ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി നോക്കുമ്പോ എ 60 മീറ്റർ പെർ സെക്കൻഡിൽ പുറകോട്ട് പോകുന്നതായിട്ടാ തോന്നുന്നത്. ആക്ച്വലി എങ്ങോട്ടാ പോകുന്നത്? ഇവൻ മുമ്പോട്ട്. പക്ഷെ ബി സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഇവനെ നോക്കുമ്പോൾ അവൻ പുറകോട്ട് പോകുന്നതായിട്ടാ തോന്നുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി സെയിം ഹൈവേ, ഇവർ രണ്ടുപേർക്കും ഒരേ സ്പീഡാണ്. എ ബി രണ്ടുപേർക്കും ഒരേ സ്പീഡ് 60 മീറ്റർ പെർ സെക്കൻഡ് 60 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ എന്നാ സംഭവിക്കും? ആലോചിക്ക്, നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ഒരു ബസ്സിൽ പോവാണ്. അതിന് നേരെ അടുത്ത് വേറൊരു ബസ് ഉണ്ട്. രണ്ടുപേർക്കും ഒരേ സ്പീഡാണ്. നമ്മൾ അവനെ നോക്കുമ്പോൾ അവനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിപ്പുണ്ട്, അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതായത് രണ്ടുപേർക്കും ഇടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? 0. കാരണം അവൻ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, അപ്പൊ ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഗ്രൗണ്ടിൽ നിന്ന് ഒരാളെ നോക്കുന്നെങ്കിലോ ഇവനെ മുമ്പോട്ട് പോകുന്നുണ്ട്, ഇവനെ മുമ്പോട്ട് പോകുന്നുണ്ട് അല്ലേ? എത്ര സ്പീഡില്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടും 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഇവന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ എവിടെയാണ്? ഇവിടെ നിന്നിട്ടാ നോക്കുന്നത്. രണ്ടുപേരും മുമ്പോട്ട് പോകുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് ഇവനെ നോക്കുന്ന ഒരാൾക്കാണ് പ്രശ്നം വരുന്നത്. അതേപോലെ ഇവിടെ നിന്നിട്ട് ഇവനെ നോക്കുന്ന ആൾ നോക്കൂ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാ വരും? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. 60 മൈനസ് 60 എന്നാ കിട്ടി? 0.
ഇനി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. 60 മൈനസ് 60, ആൻസർ 0. ഇവനെ നോക്കുമ്പോൾ അവന്റെ സ്പീഡ് 0, ഇവനെ നോക്കുമ്പോൾ അവന്റെ സ്പീഡ് 0. അതുകൊണ്ടാണ് നമുക്ക് ഒരേ ബസ്സല്ല ഒരേ സ്പീഡിൽ രണ്ട് ബസ്സിൽ പോകുമ്പോൾ എപ്പോൾ നോക്കുമ്പോൾ നമ്മൾ അവനെ കാണും, അവൻ നമ്മളെയും കാണും. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ടുണ്ട്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതുകൊണ്ട് വെലോസിറ്റിയും ഇല്ല. റിലേറ്റീവ് മോഷന്റെ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ആക്സലറേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ടിരുന്നത് റിലേറ്റീവ് വെലോസിറ്റിയുടെ കാര്യത്തിലാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്താ ഈ റിലേറ്റീവ് എന്നുള്ള ഒരു ഫീൽ നോക്കിയോ. ഈ മൂന്നാമത് നമ്മൾ വരയ്ക്കുന്നത് നമുക്കിത് ടെസ്റ്റിലുണ്ട് കേട്ടോ. നമുക്കിതിന്റെ ഗ്രാഫും വരയ്ക്കാനുണ്ട്. ഒരു ബസ് എ എന്ന് പറഞ്ഞ ബസ് 60 മീറ്റർ പെർ സെക്കൻഡിൽ പോവാം. പുറകിൽ വേറൊരു ബസ് ഉണ്ട് ബി. ഇവൻ 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോവാം. നോക്കിയോ എന്നാ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇവർ എപ്പോഴും ക്രോസ് ചെയ്യുമോ? ഇല്ല. കാരണം പുറകെ വരുന്ന ബസ്സിന് സ്പീഡ് കുറവാണ്, മുമ്പിൽ പോകുന്ന ബസ്സിന് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഇവനെ ഓവർടേക്ക് ചെയ്യില്ല. സമയം കൂടുന്നതനുസരിച്ച് ഇവർ തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 60 ആണ്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 40 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മുമ്പിൽ വെക്ടർ ഉണ്ട് കേട്ടോ. എൻ്റെ മുമ്പിലല്ല, മുകളിൽ. ഞാൻ മറന്നുപോയതാണേ, നിങ്ങൾ ഇട്ടേക്കണം. ഓക്കെ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ചെയ്ത് നോക്കാം എന്നാ പറ്റുന്നത്. അതായത് എനെ നോക്കുമ്പോൾ ബിയിൽ ഇരുന്നിട്ട് എനെ നോക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഏജ് എത്രയാണ്? 60 മൈനസ് 40, അതായത് 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ ബിക്ക് തോന്നുവാണ് ഇവൻ ബി അവിടെ തന്നെ ഇരിക്കുവാണ്, എ 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവന് ഫീൽ ചെയ്യുന്നത്. ഇനി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ഇത് മനസ്സിലാക്കി വെച്ചാൽ നല്ല രസമാണ്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ബി എത്രയാണ്? 40. എന്റെ എത്രയാണ്? 60. ആൻസർ എത്രയാണ്? -20 മീറ്റർ പെർ സെക്കൻഡ്. എന്നാ സംഭവിച്ചേ? വെലോസിറ്റി ഓഫ് ബി, അതായത് വിത്ത് റെസ്പെക്ട് ടു എ, ഈ എയിൽ ഇരുന്നിട്ട് ബിനെ നോക്കുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡിലും പുറകോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി അങ്ങോട്ടാ ഇവന് മുമ്പോട്ട് തന്നെയാണ്, സ്പീഡ് കുറവാന്നേ ഉള്ളൂ. പക്ഷെ എയിൽ ഇരിക്കുന്ന ഒരാൾക്ക്, സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് തോന്നുന്നത് അവൻ 20 മീറ്റർ പെർ സെക്കൻഡിൽ പുറകോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. അതാണ് സംഭവം. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, റിയൽ ലൈഫിൽ നമ്മൾ വണ്ടിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പുറകെ വണ്ടിയാണെങ്കിൽ സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ആ വണ്ടി പുറകോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ഈ സംഭവം നടന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ ഗ്രാഫ് പഠിക്കാനുണ്ട്. ഈ 4 സ്റ്റേറ്റിന്റെയും ഗ്രാഫ് ടെസ്റ്റിലുണ്ട്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ വക മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. ഇത് വെലോസിറ്റി അല്ലേ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ച് നോക്കാം. എന്നാ വരുന്നത് നോക്കാം. നമുക്കിതിൽ ആദ്യം നമുക്ക് ഇവന്റെ പറയാം, ഇത് എളുപ്പം. കാരണം 2 ബോഡി ഉണ്ട്, 2 പേരുടെയും ഈക്വൽ വെലോസിറ്റിയാണ്, ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, 2 പേർക്കും ഒരേ വെലോസിറ്റി. ഒറിജിൻ ഇതാ, ഡിസ്പ്ലേസ്മെന്റ് അവരെ 10, 30, 40, 50 എന്നൊക്കെ പറഞ്ഞ ഓരോ മീറ്റർ. ഇത് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് എന്നുള്ള സമയം. 2 പേർക്കും ഒരേ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെന്ത്? വെലോസിറ്റി. ഇത് എങ്ങനെയാണല്ലോ, ഇത് ചെറിയ സ്ലോപ്പ്, ഇത് വലിയ സ്ലോപ്പ്. അപ്പൊ വലിയ വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ, ചെറിയ വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ. ഇതൊക്കെ നമ്മൾ ഗ്രാഫിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പാഠത്തിന് തന്നെ ഗ്രാഫിന്റെ ഭാഗത്ത് നമ്മൾ ഇതിന്റെ ഒത്തിരി കണക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം. നോക്കിയോ, എ എന്ന് പറയുന്ന ബോഡി, ബി എന്ന് പറയുന്ന ബോഡി, 2 പേർക്കും ഒരേ സ്ലോപ്പാണ്. പിന്നെ ഞാൻ 2 പേരെ വരച്ചു, കുറച്ച് മാറിപ്പോയി കേട്ടോ. ഇത് എ, ഇത് ബി. വെലോസിറ്റി ഓഫ് എ, വെലോസിറ്റി ഓഫ് ബി.
രണ്ടുപേരും തുടങ്ങിയത് ഒരേ സ്ഥലത്താവണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ തുടങ്ങി വേറെ ഇവിടെ തുടങ്ങി, അത്രേ ഉള്ളൂ. രണ്ടുപേരും ചിലപ്പോൾ ഒരേ ലൈനാവാം. ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നെങ്കിൽ, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നെങ്കിൽ ഒരു മുകളിലാവാം. അത് കുഴപ്പമില്ലാത്ത കാര്യം. ഇതാണ് ഇവന്റെ ഈ രണ്ട് ബോഡികളുടെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഇവനെ നോക്കാം നമുക്ക്. ഡയറക്ഷൻ സെയിം ആണ്, രണ്ടും വലതുവശത്തേക്കാണ്, പോസിറ്റീവ് ആണ്, രക്ഷപ്പെട്ടു. എന്റെ സ്പീഡ് ഇവനെക്കാട്ടിലും കുറവാണ്. ബി പക്ഷെ പുറകിലാണ്. അപ്പൊ എ കുറച്ച് മുകളിലാണ്, പക്ഷെ ഇതിനേക്കാളും സ്പീഡ് കുറവാണ്, അല്ലെ? ബിനെക്കാളും കുറവാണ്. പിന്നെ ഞാനൊരു വര വെച്ചതായിരിക്കും. എന്തിനൊക്കെ തിരിച്ചു വരച്ചെന്ന് വെച്ചാല്, താഴെ വരച്ചെന്ന് വെച്ചാൽ ഇവന്റെ വെലോസിറ്റി കൂടുതലാണ്, അപ്പൊ മുകളിലേക്ക് വരക്കണം. അപ്പൊ ബി കുറെ പുറകിലാണ്, പുറകിൽ നിന്നാണ് പറയുന്നത്. ബി കുറെ മുമ്പിലാണ്. ഇപ്പോൾ ബി കുറച്ച് പുറകിൽ നിന്ന്, പക്ഷെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഇവനേക്കാളും സ്ലോപ്പ് കൂടുതലാണ്. സ്ലോപ്പ് കൂടുതലാണ്, സ്പീഡ് കൂടുതലല്ലേ, അതുകൊണ്ട് വെലോസിറ്റി കൂടുതലല്ലേ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നത്. അതാ ഈ പോയിന്റ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ആലോചിക്കേ, 10, 30, 40, 50, 60 എഴുതിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഒറിജിനിൽ നിന്നുള്ള ദൂരം. ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റ് ഒറിജിനിൽ നിന്ന് ഈ രണ്ട് ബോഡികളും ഒരേ സ്ഥലത്ത്. അതിനർത്ഥം ഈ സ്ഥലത്ത് വെച്ച് ഈ രണ്ട് ബോഡികളും കൂട്ടിമുട്ടിയെന്നാണ്. ഇടിച്ചു എന്നല്ല ഉദ്ദേശിച്ചത്, ഇവര് ക്ലോസ് ചെയ്തെന്ന്. ഇവൻ 40 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ നിന്ന് പോകലെന്നോ, ഇവൻ 100 മീറ്റർ/സെക്കൻഡ് പോലെ ഭയങ്കര സ്പീഡിലല്ല പോണേ. ഇവനെ ഓവർടേക്ക് ചെയ്യും. ആ ഓവർടേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. അതിനുശേഷം ഇവൻ സ്പീഡ് കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്, ഇവൻ ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർ തമ്മിലുള്ള ദൂരത്തിന്റെ ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഇവൻ നല്ല സ്പീഡല്ല പോകണം, സ്പീഡ് കുറവല്ലേ. അപ്പൊ സമയം കൂടുന്ന അവരുടെ ഗ്യാപ്പ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കണം. ഗ്യാപ്പ് ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് സമയം കൂടുന്നതനുസരിച്ച്. അപ്പൊ ഈ പോയിന്റ് ആണ് അവർ ഓവർടേക്ക് ചെയ്ത പോയിന്റ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇവിടെ വാല്യൂ തന്നിട്ട് 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ട് വാല്യൂ തന്നു. ഇവിടെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ആൻസർ 3 സെക്കൻഡ് ആയിരുന്നു. 4, 5. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. ഇങ്ങനെ ഒരു പടം തന്നിട്ട് നമ്മോട് ചോദിച്ചേക്കാണ്, രണ്ട് ബോഡി ഉണ്ട് ബി എ. ആർക്കാണ് സ്പീഡ് കൂടുതൽ, ആർക്കാണ് സ്പീഡ് കുറവ്? ആർക്കാ സ്പീഡ് കൂടുതൽ? ബി. ആർക്കാ സ്പീഡ് കുറവ്? എ. ഇതിന്റെ സ്പീഡും കാണാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡ് കാണാൻ വേണ്ടി നമുക്കറിയാം സ്ലോപ്പാണ്. ഏതെങ്കിലും രണ്ട് ലൈൻ എടുക്കുക. ഇത്ര എടുത്തു, ഇത്രയും, ഇതും എടുത്തു. ടാൻ തീറ്റ അല്ലേ സ്ലോപ്പ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ഈ ദൂരത്തെ വരും ഏകദേശം ഇവിടം വരെ 40, ഇവിടം വരെ 15. അപ്പൊ എത്ര? 40 - 15, 25. അതല്ലേ ഈ നീളം. 25 ഡിവൈഡ് ബൈ ഈ നീളം എത്രയാ? 3. ഇതാണ് ടാൻ തീറ്റ. ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ്, പക്ഷെ ടാൻ തീറ്റ എന്ത്? സ്ലോപ്പ് കിട്ടി, ടാൻ തീറ്റ. ഇതാണ് വെലോസിറ്റി, അത്രേ ഉള്ളൂ. 25/3. അപ്പൊ നിങ്ങൾ പറയും 100ഉം 40 ആണല്ലോ. ഞാൻ ഇത് വെച്ചിട്ടുള്ള ഗ്രാഫ് വരച്ചത്. ഞാൻ ഗ്രാഫ് വരച്ച് ചുമ്മാ ഒരു വാല്യൂ ഇട്ടിട്ട, കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രം കേട്ടോ. ടാൻ തീറ്റയാണ് സ്ലോപ്പ്, ഇതാണ് വെലോസിറ്റി. 25/3. അപ്പൊ ഇങ്ങനെ കണക്ക് പ്രതീക്ഷിക്കാം. ഇത്രേ ഉള്ളൂ. ഇനി ആർക്കാ സ്പീഡ് കൂടുതൽ? ബിക്ക്. കാരണം സ്ലോപ്പ് കൂടുതൽ. ആ റീസൺ എഴുതിയാൽ മതി. ഇങ്ങനെ സ്ലോപ്പ് കുറവാണ്. കൂട്ടിമുട്ടുന്ന പോയിന്റോ ഇതായി. അപ്പൊ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് അവർ കൂട്ടിമുട്ടാന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാം. 3 സെക്കൻഡ് കഴിഞ്ഞ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. ഇതിന്റെ ഗ്രാഫ് നോക്കി. എ എന്ന് പറയുന്ന ബോഡി 100 മീറ്റർ/സെക്കൻഡിൽ റൈറ്റിലേക്ക് പോവാം. അപ്പൊ ഇവൻ 100 മീറ്റർ/സെക്കൻഡിൽ റൈറ്റിലേക്ക് പോകും. പക്ഷെ ബി എന്ന് പറയുന്ന ബോഡി 40 മീറ്റർ/സെക്കൻഡിൽ റിവേഴ്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഈ വെലോസിറ്റി ഒക്കെയാണ് പോസിറ്റീവ് വെലോസിറ്റി. ഇതിന്റെ സ്ലോപ്പിന് തിരിച്ചു വരുന്നതാണ് എന്ത്? നെഗറ്റീവ് വെലോസിറ്റി. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഇതേ സ്ലോപ്പിലാണ് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതെങ്കിൽ 100 മീറ്റർ/സെക്കൻഡിൽ ഇങ്ങോട്ട് വന്നാണ്. അപ്പൊ ഇത്രയും സ്ലോപ്പ് വേണ്ട, സ്ലോപ്പ് കുറച്ചിട്ട് ഇങ്ങനെ വരച്ചാണ്. ഇവിടെ നിന്നല്ല വരയ്ക്കണ്ടേ, ഇവിടെ നിന്ന്. കാരണം ഒറിജിനിൽ നിന്ന് നമ്മൾ അളക്കാൻ നേരത്ത് എ തുടങ്ങിയതാ ഇവിടുന്ന് വരച്ചു. എ തുടങ്ങിയത് ഇവിടുന്ന് വിചാരിച്ചു. എ തുടങ്ങിയത് ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. ബി ഓൾറെഡി കുറെ ദൂരം അകലെയാണ്. ഇവിടുന്ന് കുറെ ദൂരം അകലെയാണ് ബി. അപ്പൊ അവിടെ നിന്നാണ് ബി തുടങ്ങിയിരിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇത്രയേ ഉള്ളൂ.
ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടികളുടെ ഗ്രാഫ് കേട്ടോ. ഇത് വലതുവശത്തേക്കല്ലേ വെലോസിറ്റി ഓഫ് എ, ഇത് വെലോസിറ്റി ഓഫ് ബി. ഇനി ഇവന്മാരുടെ ഗ്രാഫും വെലോസിറ്റി ഓഫ് എ 60, ഞാൻ എ വരയ്ക്കാണ് 60, വെലോസിറ്റി ഓഫ് ബി 40 ഉള്ളൂ. ഞാൻ ഇവിടെ തുടങ്ങി വിചാരിച്ചു കുറച്ച് പുറകിലല്ലേ ഇവൻ, ഇപ്പോൾ കുറച്ച് പുറകിലാണ്. വെലോസിറ്റി ഓഫ് ബി 40 ഉള്ളൂ, ഇത്രയും സ്ലോപ്പ് ഇല്ല, അതിന് കുറവാണ്. കണ്ടോ, സമയം കൂടുന്നതനുസരിച്ച് ഇവരുടെ ഗ്യാപ്പ് ഇങ്ങനെ കൂടി കൂടി വരിക. ശരിയല്ലേ? ഒരു വണ്ടി 60 മീറ്റർ/സെക്കൻഡിന് മുമ്പിൽ അങ്ങോട്ട് പോവുക, നല്ല സ്പീഡ് മുമ്പോട്ട് പോവുക. അതിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ ഒരു വണ്ടി പുറകെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കൂടുന്നതനുസരിച്ച് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. കാരണം അവൻ നല്ല സ്പീഡിലാണ് പോകുന്നത്, അവൻ ആദ്യം എത്തും. അതാണ് ഈ ഗ്യാപ്പ് കൂടി 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 വരുന്നത്. അപ്പൊ ഗ്രാഫിന്റെ മീനിങ് മനസ്സിലായല്ലോ, എങ്ങനെ വരയ്ക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. നമുക്കിത് 4 ഇതില്ല, ഇതുണ്ട്, 4 ഉണ്ട് നമ്മുടെ എക്സാക്ട് ടെസ്റ്റ് കേട്ടോ. അപ്പൊ 4 പഠിച്ചു വെച്ചു. നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് മനസ്സിലാകാനായിട്ട് നമുക്ക് കുറച്ച് കണക്ട് ചെയ്യാം. ഇച്ചിരി ടഫ് ആയിക്കോട്ടെ, നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കുന്നു, ഒരു ട്രെയിൻ, ഈ ട്രെയിൻ 15 മീറ്റർ/സെക്കൻഡിൽ മുമ്പോട്ട് പോവാം കേട്ടോ. അത് ട്രെയിനാണ്, 15 മീറ്റർ/സെക്കൻഡിൽ മുമ്പോട്ട് പോവാണ് എന്ന് പറഞ്ഞാല് ഇവിടെ നിന്നൊരു ഒബ്സർവർ ട്രെയിനെ നോക്കി കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. ഒരു ഒബ്സർവർ നോക്കി കഴിഞ്ഞപ്പോൾ 15 മീറ്റർ/സെക്കൻഡിൽ ഒരു ട്രെയിൻ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 15 മീറ്റർ/സെക്കൻഡ്. അതിൻ്റെ അകത്തൊരു കുട്ടി മുമ്പോട്ട് ഇങ്ങനെ ഓടിപ്പോവാ കേട്ടോ. ഒരു 4 മീറ്റർ/സെക്കൻഡിൽ മുമ്പോട്ട് പോവാ. എന്നാൽ 4 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, വെലോസിറ്റി ഓഫ് കുട്ടി ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അല്ല, വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ആണ് 4 മീറ്റർ/സെക്കൻഡ്. ഈ 4 അളന്നേക്കുന്ന എവിടെന്നാ? ഈ ട്രെയിനിന്റെ അകത്ത് ഉള്ള ഈ ബോയിന്റെ സ്പീഡാണ് 4 മീറ്റർ/സെക്കൻഡ്. നമ്മൾ ചോദിച്ചേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ഒബ്സർവർ, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഈ ഒബ്സർവർ ഈ കൊച്ചിനെ നോക്കുമ്പോൾ കൊച്ച് എത്ര സ്പീഡിൽ പോകുന്നതായിട്ടാണ് തോന്നുന്നതെന്ന്. ട്രെയിൻ ഓൾറെഡി 15 പോകുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇവൻ 4 മീറ്റർ/സെക്കൻഡ് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ എത്രയൊക്കെ ആൻസർ വരിക? നമുക്ക് നോക്കാം എത്ര വരുന്നത്. കാണേണ്ട എന്നതാ? വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് കാണേണ്ടത്. ഗ്രൗണ്ടിൽ ഇയാൾ അനങ്ങാൻ നിൽക്കുമല്ലേ, നമുക്ക് ഒറ്റ ഇക്വേഷനിൽ പിടുത്തം വിടാം. ഇനി ഇയാൾ അനങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതിന്റെ കണക്ക് അടുത്തത് ചെയ്യാം. അപ്പൊ വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയെന്ന് ചോദിച്ചേക്കും. നമുക്ക് ഇക്വേഷൻ അറിയാം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് കാണണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാണേണ്ട വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത് നമുക്ക് കാണണ്ടേ, ഇത് എത്രയാണ്? ഈക്വൽ ടു എത്ര? നോക്കിയേ, വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നമുക്ക് ഇതല്ലേ കാണണ്ടേ? കാണാൻ പറ്റില്ലേ? കാരണം ഇതെനിക്കറിയാം, വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എത്രയാണ്? 4 is equal to വെലോസിറ്റി ഓഫ് ബോയ്, ഇത് കാണണ്ടേ. അപ്പോൾ വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, അത് എത്രയാ? 15. ഈ 15 ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം 4 + 15 is equal to വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എത്ര കിട്ടി? 19 മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ. ട്രെയിൻ ഓൾറെഡി 15 മീറ്റർ/സെക്കൻഡ് മുമ്പോട്ട് പോകുന്നുണ്ട്, അതിന്റെ കൂടെ 4 മീറ്റർ/സെക്കൻഡിൽ ഈ ബോയ് മുമ്പോട്ട് നടക്കാൻ കൂടി ചെയ്യുക. അപ്പൊ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് ഈ ബോയ് 15 + 4 19 മീറ്റർ/സെക്കൻഡിൽ മുമ്പോട്ട് പോകുന്നതായിട്ടാണ്. ഇതേ ട്രെയിൻ 15 മീറ്റർ/സെക്കൻഡിൽ, അപ്പോൾ ഇങ്ങോട്ടേക്ക് 15 മീറ്റർ/സെക്കൻഡ് മുമ്പോട്ട് പോവുക. ഈ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 മീറ്റർ/സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർക്ക് എത്ര സ്പീഡിലായിരിക്കും ബോയ് പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നതെന്ന് നോക്കാം. അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 15, വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ 4 അല്ല, -4. കാരണം ഇവൻ
ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഞാൻ പ്ലസ് അങ്ങോട്ട് എടുത്തേ വലതുവശത്തേക്ക്. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇവൻ എത്ര സ്പീഡിലാണ് പോകുന്നതെന്നാ കാണണ്ടേ, അതായത് ഇതാ കാണണ്ടേ. അയ്യോ മുകളിൽ വെക്ടർ എഴുതാൻ മറന്നുമല്ലോ, നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. എല്ലാ വെലോസിറ്റിയുടെ മുകളിൽ വെക്ടർ ഇട്ടാൽ മതി. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ മൈനസ് 4, വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 15. -15 ഇങ്ങോട്ട് വരുമ്പോൾ +15 ആവും. അപ്പോൾ -4 + 15 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. then ആൻസർ 11 is equal to velocity of boy with respect to ground. +5 ആൻസർ കിട്ടുന്നത്. അതായത് ഈ ഒബ്സർവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ 11 മീറ്റർ പെർ സെക്കൻഡിൽ എങ്ങോട്ട് പോകുന്നതായിട്ടാ, മുമ്പോട്ട് പോകുന്നതായിട്ട്. മക്കളെ 15 മീറ്റർ പെർ സെക്കൻഡിൽ ട്രെയിൻ മുമ്പോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ അകത്ത് വെറും 4 മീറ്റർ പെർ സെക്കൻഡിൽ കുട്ടി പുറകോട്ട് പോവുക. അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് അവൻ 11 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി നോക്കൂ, ഇനി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പോവാം. ഇത് വായിച്ചാലട്ടെ, വേണ്ട ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു ട്രെയിൻ ഇവൻ 15 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പോട്ട് പോവാണ്. കുട്ടിയുണ്ട് ഇവിടെ 4 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പോട്ട് പോവാണ്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, പിന്നെ ഒരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ബൈക്കിൽ ഒരാൾ പോവാണ് 10 മീറ്റർ പെർ സെക്കൻഡ് മുമ്പോട്ട് പോവുക. അപ്പൊ ഇവൻ നോക്കുമ്പോ ഈ കുട്ടി എത്ര സ്പീഡിലാണ് മുമ്പോട്ട് പോകുന്നത് നോക്കാം. ഇവിടെയും ഈ ക്വസ്റ്റ്യനും വ്യത്യാസം എന്നാ, ഇവിടെ ഇയാൾ അനങ്ങാതെ ഗ്രൗണ്ടിൽ നിൽക്കുമായിരുന്നു, ഇവിടെ ഇയാൾ അനങ്ങുന്നുണ്ട്, ബൈക്കിലാണ്. അപ്പൊ നമുക്ക് നോക്കാൻ എന്നാ പറ്റുന്നത്. വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വന്നിട്ടുണ്ട് 15. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ തന്നിട്ടുണ്ട് എത്ര, 4. നോക്കിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതെത്രയാ, 4. ഇത് അറിയുന്നില്ല, ഇത് കാണണം. വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 15. ഇവൻ ഇങ്ങോട്ട് വരുമ്പോൾ 15 ഉം 4 ഉം 19 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അതായത് ബോയിനെ ഞാൻ ഇവിടെ അനങ്ങാതെ നിൽക്കുമായിരുന്നുവെങ്കിൽ ഗ്രൗണ്ട് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കിട്ടി 19 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ കണ്ട അതേ വാല്യൂ തന്നെ 19 മീറ്റർ പെർ സെക്കൻഡ്. പ്രശ്നം അതല്ല, ഇയാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എത്ര മീറ്റർ പെർ സെക്കൻഡിൽ, 10 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പൊ നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു, ഇവന്റെ പേര് കൊടുക്കാം മാൻ, ഒരു മനുഷ്യൻ. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു മാൻ ആണ് കാണേണ്ടത് അല്ലെ, which is equal to velocity of boy with respect to ground minus velocity of man with respect to ground. നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒറ്റ ഇക്വേഷൻ ആണ്. എത്ര കിട്ടും, വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കണ്ടുപിടിച്ചു, 19 മീറ്റർ പെർ സെക്കൻഡിൽ അങ്ങോട്ട് പോകും, മൈനസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാ, 10. അയാളുടെ സ്പീഡ് എത്രയാ, 10 മീറ്റർ പെർ സെക്കൻഡിൽ അയാൾ അങ്ങോട്ട് പോവാം. അപ്പൊ ആൻസർ എന്നാ കിട്ടും, 9 മീറ്റർ പെർ സെക്കൻഡ്. പ്ലസ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇയാൾക്ക് തോന്നുന്നത് ബോയ് വെറും 9 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കേട്ടോ. അതാണ് വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു മാൻ. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതി കേട്ടോ, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എഴുതി. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇക്വേഷൻ എനിക്ക് കാണേണ്ടത് വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു മാൻ. ഇയാൾ നടക്കുവാണ് അല്ലെങ്കിൽ ബൈക്കിൽ പോവാണ് 10 മീറ്റർ പെർ സെക്കൻഡിൽ. ഇവിടെ ഇയാൾ പോകുന്നില്ലായിരുന്നു 10 മീറ്റർ പെർ സെക്കൻഡ്, അല്ല ഇയാൾ ഒരു അനങ്ങുന്നേയില്ലായിരുന്നു. ഇയാൾ അനങ്ങി കഴിഞ്ഞാലുള്ള സംഭവമാണ് ഇപ്പൊ പറഞ്ഞത്. എത്രയ്ക്കാ പോണേ, 9 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയി മുമ്പോട്ട് തന്നെ പോകുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുക, കാരണം ട്രെയിനിൽ ഇവനെക്കാളും സ്പീഡ് കൂടുതലല്ലേ, അതുകൊണ്ട്. ഇനി നിങ്ങൾ ഒരു കണക്ക് ചെയ്ത് നോക്കിയോ, ഇയാൾ 20 മീറ്റർ പെർ സെക്കൻഡിലായിരുന്നെങ്കിലോ, ഇയാൾ ഈ സെയിം ക്വസ്റ്റ്യനിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ വാല്യൂ ഒന്നും മാറുന്നില്ല,
പകരം ഇവിടെ മാറും. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു മാൻ ആയി കാണുന്നത്. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 19 മൈനസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 20. അപ്പൊ എന്നാ കിട്ടും? -1 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അതായത് ഇയാൾക്ക് സ്പീഡ് കൂടുതലാണ്. അപ്പൊ ഇയാൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യും. അപ്പൊ ഇവൻ പുറകിലാവും. അപ്പൊ നമുക്ക് തോന്നുന്നത് ഈ ബോഡി അല്ല ബോയ് പുറകോട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് പോകുന്നതായിട്ടാണ് ഇവന് ഫീൽ ചെയ്യുക. കാരണം ഇവന് സ്പീഡ് കൂടുതലാണ്. സ്പീഡ് മുമ്പോട്ട് പോകുമ്പോൾ ട്രെയിൻ പുറകോട്ടായി പോകും. അപ്പൊ ബോയ് അവിടെ 4 മീറ്റർ പെർ സെക്കൻഡ് മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ബൈക്കിൽ പോകുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത് ഇവൻ 1 മീറ്റർ പെർ സെക്കൻഡ് പുറകോട്ട് പോകുന്നതായിട്ടാണ്. കേട്ടോ? ഇതാണ് ഈ റിലേറ്റീവ് മോഷന്റെ കണക്കുകൾ ചെയ്യുന്ന രീതി. ഇനി നമുക്കൊരു പണിയാം. ഇതേ കണക്കിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഇവൻ പുറകോട്ടാ പോകുന്നെങ്കിലോ, നോട്ട് എഴുതിയില്ലോ, പോസിറ്റ് നോട്ട് എഴുത്. ഇവൻ 20 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ, നമ്മൾ കുറച്ച് മീറ്റർ 10 മീറ്റർ പെർ സെക്കൻഡിൽ പുറകോട്ടായിരുന്നു പോകുന്നെങ്കിലോ. അപ്പൊ നോക്കാം എന്നാ പറ്റുന്നത്. ഇവിടെ എഴുതാവേ, ഇവിടെ വായിക്കാം. ഇവിടെ വരെയുള്ള ഓക്കെ, ഒന്നും മാറിയിട്ടില്ല. ഇവിടുന്ന് വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു മാൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കണ്ടുപിടിച്ചു 19 മൈനസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്നെ വരും -10. അപ്പൊ 19 മൈനസ് -10 പ്ലസ് 10 എന്നാ കിട്ടും? 29 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഇവൻ ഈ ബൈക്കുകാരൻ വിചാരിക്കും ഈ കുട്ടി 29 മീറ്റർ പെർ സെക്കൻഡിൽ വലതുവശത്തേക്ക് പോകുന്നു. കാരണം അങ്ങോട്ടേക്കുള്ള പോസിറ്റീവ് എടുത്തത്, 15 സെക്കൻഡിലെ പോസിറ്റീവ് എടുത്തത്, അങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ, ഇങ്ങോട്ടേക്കുള്ള നെഗറ്റീവ് എടുത്തു. അപ്പൊ എന്റെ ആൻസർ കിട്ടിയേക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഫീൽ ചെയ്യും ഈ കുട്ടി അങ്ങോട്ടേക്ക് 20 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, 29 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. ഇതാണ് ഇതിന്റെ കണക്ക്. നമുക്കിനി നമ്മുടെ NCERT ടെസ്റ്റിൽ ചോദിച്ച എക്സാമ്പിൾ 3.9 നമ്മളോടത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാ. അത് നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു നോക്ക്, കിട്ടുമോ? കിട്ടും. എല്ലാം പഠിച്ചു കഴിഞ്ഞില്ല നമ്മൾ, ഇനി കിട്ടാനായിട്ട് ഒന്നുമില്ല. ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോസ് മാറ്റിയിട്ട് നോക്ക്, ഞാൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 3.9 പേജ് നമ്പർ 52 ആണ് തോന്നുന്നു. 2 പാരലൽ റെയിൽവേ ട്രാക്ക്. അതിൽ ഒരു ട്രാക്കിൽ ട്രെയിന് നോർത്തിലേക്ക് പോവുക കേട്ടോ, നോർത്ത്. അതിന്റെ അപ്പുറത്തെ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ബി സൗത്തിലേക്ക് പോവുക. ഇവന്റെ സ്പീഡാണ് 54 കിലോമീറ്റർ പെർ അവർ. ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്ക് എന്തിലേക്ക് ആക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. SI കൊണ്ട് ചെയ്യാം കണക്കുകളൊക്കെ. അപ്പൊ അങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈഡ് ബൈ 5/18. അപ്പൊ നോക്കിയേ, വെലോസിറ്റി ഓഫ് എ തന്നേക്കാണ് 54 കിലോമീറ്റർ പെർ അവർ എന്ന്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ആ ട്രെയിനിന്റെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് തന്നേക്കുന്നത് 54 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 54 × 5/18 3 പ്രാവശ്യം വെട്ടിപ്പോയി അല്ലേ? അപ്പൊ 3 × 5 എത്രയാണ്? 15. ഇനി വെലോസിറ്റി ഓഫ് ബി നോക്കിയാൽ 90 ആണ്. 90 കിലോമീറ്റർ പെർ അവർ. അപ്പൊ അങ്ങനെ 90 × 5/18 എന്ന് പറഞ്ഞാല് 5 പ്രാവശ്യം 5 25 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ വെലോസിറ്റി ഓഫ് എ നമുക്ക് പണിയാം. നമുക്ക് നോർത്തിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് എടുക്കാം, സൗത്തിലേക്കുള്ളത് നെഗറ്റീവ് എടുക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് എ പ്ലസ് എടുത്താൽ ഇവന് എന്ത് കിട്ടും? മൈനസ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കാം വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ജി ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഇതോ -25 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത്രയും ഡാറ്റയാണ് തന്നേക്കുന്നത്. ചോദിച്ചേക്കുന്നത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ
വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഇക്വേഷൻ ദാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അറിയാലോ, എ ജി മൈനസ് ബി ജി. ഇവിടെ ബി ജി മൈനസ് എ ജി. ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാ? -25. എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 15. -25 -15 -40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എന്താ ചോദിച്ചാല് എയിലിരിക്കുന്ന ഒരാള് ബി എ നോക്കുമ്പോ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന്. -40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാല് മൈനസ് ഡയറക്ഷനിൽ 40 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. ആക്ച്വലി എത്ര സ്പീഡിലാണ്? 15 മീറ്റർ പെർ സെക്കൻഡിൽ ഒരുത്തിന് ഇങ്ങോട്ടേക്കും 25 മീറ്റർ പെർ സെക്കൻഡ് അവൻ താഴേക്കും. കാരണം ഇത് രണ്ടും സമ്മ ചെയ്തൊരു വാല്യൂലാണ് ഇവനെ ഫീൽ ചെയ്യുന്നത്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവൻ ഭയങ്കര സ്പീഡ് 40 മീറ്റർ പെർ സെക്കൻഡിൽ ഓപ്പോസിറ്റ് പോകുന്നതായിട്ടാണ് തോന്നുന്നത് എക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. അതായത് ബിയിലിരിക്കുന്ന ഒരാള് താഴെ ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ ഈ വണ്ടി പോകാൻ നേരത്തെ, കാറിലൊക്കെ പോകാൻ നേരത്തെ നമ്മൾ ഡോർ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ റോഡ് പുറകോട്ട് പോകുന്നതായിട്ട് തോന്നില്ലേ? അത് തന്നെ നോക്കാൻ ഇവിടെ സംഭവിക്കുന്നത്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നിട്ട് ഞാൻ ഗ്രൗണ്ടിൽ നോക്കിയാൽ അനങ്ങുന്നുണ്ടോ? ഇല്ല, 0. മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് എത്ര കിട്ടിയിരിക്കുന്നത്? -25. അപ്പം ആൻസർ എന്ത് കിട്ടും? 0 മൈനസ് -25 25 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ബിയിലിരിക്കുന്ന ഒരാള് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. ബിയിലിരിക്കുന്ന ഒരാള് ഗ്രൗണ്ടിനെ നോക്കുമ്പോൾ ഗ്രൗണ്ട് നോക്കിയ ബി എന്ന വണ്ടി താഴെ ഇങ്ങോട്ടല്ലേ പോണേ, സൗത്തിലേക്ക്. അപ്പോൾ ഈ റോഡ് മുകളിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നതെന്ന്. കാരണം ആൻസർ എത്രയാ? +25 ആണ്. പോസിറ്റീവ് എങ്ങോട്ടാണ് എടുത്തേക്കുന്നത്? നോർത്തിലേക്ക്. അപ്പോൾ ഇവൻ 25 മീറ്റർ പെർ സെക്കൻഡ് ഗ്രൗണ്ട് പുറകോട്ട് പോകുന്നതായിട്ട്, പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ടാണ് ബിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഈ എ എന്ന ട്രെയിനിന്റെ മുകളിൽ ഒരു കുരങ്ങനുണ്ട്. ആ കുരങ്ങൻ എന്റെ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് 18 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുക. ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തലവത്ത് നോക്കിയിട്ട് വരും. നമുക്ക് ഇത് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ഇത് നോർത്ത് ഇങ്ങോട്ടേക്ക് എടുക്കാം, സൗത്ത് ഇങ്ങോട്ടേക്ക് എടുക്കാം. എ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നത്? നോർത്തിലേക്ക്. എത്ര സ്പീഡ്? 15 മീറ്റർ പെർ സെക്കൻഡ്. ഇതിന്റെ മുകളിൽ ഒരു കുരങ്ങനുണ്ട്. ഇവൻ ഇങ്ങോട്ടേക്ക് എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ്? 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാല് 18 × 5/18 വെട്ടിപ്പോയി 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് പുറകോട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ പുറകോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ട്രെയിൻ എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 15 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ വന്നിട്ടുണ്ട്, പ്രത്യേകം വന്നിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള മങ്കിന്റെ സ്പീഡാണ് എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ അത് -5 മീറ്റർ പെർ സെക്കൻഡാണ്. കാരണം ഞാൻ അങ്ങോട്ടേക്കുള്ളതാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്നത് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ്? ഗ്രൗണ്ടിലൊരു നിൽപ്പുണ്ട്. ഇവൻ നോക്കുമ്പോൾ എന്നാ കാണുന്നത്? മങ്കി എത്ര സ്പീഡിലാണ് പോകുന്നത്? ഈ 5 മീറ്റർ പെർ സെക്കൻഡ് ആണോ ആൻസർ? അല്ല, 5 മീറ്റർ പെർ സെക്കൻഡ് ഈ ട്രെയിനിന്റെ മുകളിൽ ഇവൻ പോകുന്ന സ്പീഡാണ്. അതല്ല ഇവിടെ ഒബ്സർവർ നോക്കുമ്പോൾ കാണുന്നത്. കാരണം എന്തുകൊണ്ടാ? ഈ ട്രെയിനും പോകുന്നുണ്ട് മുമ്പോട്ട്, അതിന്റെ മുകളിലാണ് ഇവൻ കിടന്ന് പുറകോട്ട് നടക്കുന്നത്. നമുക്ക് നോക്കാം, ഇക്വേഷൻ വെച്ച് നോക്കാം എന്നാ വരുന്നത് ആൻസർ. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ബൈ ഇക്വേഷൻ എനിക്ക് ഇതറിയാം, ഇതും അറിയാം. ഇത് കണ്ടാൽ പോരെ. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ഈസ് -1. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് കാണേണ്ടത്. മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട്, ഇത് എ എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാ? 15. ഈ 15 ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ 15 - 5 = വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എത്ര കിട്ടും? 10
10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് കുരങ്ങൻ അങ്ങോട്ട് പോകുവാണ്. ആക്ച്വലി ഫീൽ ചെയ്യുന്നത് കുരങ്ങൻ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നെങ്കിലും നെറ്റ് ഇഫക്റ്റ് ആയിട്ട് ഇയാൾക്ക് തോന്നുന്നത് കുരങ്ങൻ അങ്ങോട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പോവുക അങ്ങോട്ടേക്ക്. കേട്ടോ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേണമെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ വൺ ഡയമെൻഷൻ മോഷനെ പഠിക്കുന്നത്, എന്താ അതിൻ്റെ ഗുണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കറിയാൻ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. 1-2 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു കെട്ടിടത്തിൻ്റെ പൊക്കത്ത് നിന്ന് 2 ബോള് താഴേക്ക് എറിയുക. കേട്ടോ, ഇവൻ ഇനിഷ്യൽ വെലോസിറ്റി 0, അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുക. ഈ ബോളിനെ ഡ്രോപ്പ് ചെയ്യുക. ഈ ബോള് ഇനിഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡാണ്, അല്ല താഴേക്ക് എറിയുക. നമ്മൾ ചോദിക്കുകയാണ് ആഫ്റ്റർ 3 സെക്കൻഡ്സ് വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2 സ്റ്റോൺ, എയും ബിയും. ഒരെണ്ണം ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു, കല്ല് താഴേക്ക് ഇടുന്നു. ഇവരെ ഞാൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ താഴേക്ക് എറിയുന്നു. അപ്പോൾ 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വേണം 4 എടുത്തു, 4 മീറ്റർ പെർ സെക്കൻഡിൽ താഴേക്ക് എറിയുന്നു. അങ്ങനെ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇവർ തമ്മിൽ എത്രയാണ് ഗ്യാപ്പ് എന്ന്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റോണിൻ്റെ എൻ്റെ കാര്യം എടുക്കും. ആഫ്റ്റർ 3 സെക്കൻഡ്സ് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് പോയി നോക്കും. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ഇനിഷ്യൽ വെലോസിറ്റി സ്റ്റോൺ എൻ്റെ 0 അല്ലേ, പ്ലസ് ഹാഫ് എ. ആക്സിലറേഷൻ താഴേക്കാണ്, അപ്പം -g ആണ്. അപ്പം -g അത് 10 എടുത്തോ. അപ്പോൾ ഈ മൈനസ് ഇവിടെ വന്നു 10 ഇൻറ്റു എത്ര സമയമാണ്, 3 സെക്കൻഡ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. വെട്ടിപ്പോയി 5 × 9 -54, 55, 45. ഇനി ബീൻ്റെ കാര്യം. ബീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² തന്നെ. ഇനിഷ്യൽ വെലോസിറ്റി 4 താഴേക്കല്ലേ, അതുകൊണ്ട് -4 ഇൻറ്റു ടി എത്രയാണ്, 3 പ്ലസ് ഹാഫ് ആക്സിലേഷൻ -10, ഇവിടെ മൈനസ് വന്നു. അപ്പോൾ 10 ഇൻറ്റു t², 9. വെട്ടിപ്പോയി 5, -4 × 3 -12 -45, എത്ര കിട്ടി, -57. അപ്പോൾ ഈ സ്റ്റോൺ ഇവിടം വരെ സഞ്ചരിച്ചു, എത്ര, 45 വരെ. മൈനസ് എന്ന് പറഞ്ഞാൽ താഴേക്ക് നടത്തും, ഇവിടം വരെ 45. മറ്റവനോ 57. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്, 57 - സെപ്പറേഷൻ ഇങ്ങനെ എഴുതാം, SAB എന്ന് എഴുതാം. അല്ലെങ്കിൽ സെപ്പറേഷനെ ക്യാപിറ്റൽ S എന്ന് എഴുതാം. -57 -45. മൈനസും മൈനസും പ്ലസ് ആയി, 45 - 57 -12. അതായത് താഴേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട്, 12 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ഇവർ തമ്മിലുള്ള എന്ത്, സെപ്പറേഷൻ. നമുക്കിത് റിലേറ്റീവ് വെലോസിറ്റീൻ്റെ കാര്യത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നു നമ്മൾ സാധാരണ കൺവെൻഷണൽ മെത്തേഡ് വഴി ഈ സെപ്പറേഷൻ കാണാനായിട്ട്. റിലേറ്റീവ് വെലോസിറ്റീൻ്റെ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മക്കൾ ഇങ്ങോട്ട് നോക്കി. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം. A - P. ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് വെക്ടർ, ഇത് വെലോസിറ്റി ആയിരുന്നു. വെലോസിറ്റി AB = വെലോസിറ്റി ഓഫ് A - വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആയിരുന്നു. ഇതാണെങ്കിലോ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് A - ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് B. ഇനി അതേപോലെ ആക്സിലറേഷൻ ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, ആക്സിലറേഷൻ ഓഫ് A - ആക്സിലറേഷൻ ഓഫ് B. G ചേർത്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, വെലോസിറ്റി ഓഫ് A - വെലോസിറ്റി ഓഫ് B. നോക്കിയേ, നമുക്കിത് ഓരോന്ന് എഴുതി നോക്കാം എന്നാ വരുന്നത്. ഇത് എഴുതാം. വെലോസിറ്റി ഓഫ് A - B. A എന്ന് പറഞ്ഞ സ്റ്റോൺ 0 ആണ്, മൈനസ് വെലോസിറ്റി ഓഫ് B എത്രയാണ്, -4. താഴേക്കല്ലേ, അപ്പോൾ -4. അപ്പോൾ 0 - -4 എത്രയാണ്, 4. ഓക്കെ. ഇനി റിലേറ്റീവ് ആക്സിലറേഷൻ്റെ A എന്ന ബോഡിൻ്റെ ആക്സിലറേഷൻ, താഴേക്ക് ഗ്രാവിറ്റി മാത്രമല്ലേ ഉള്ളൂ, അപ്പം -G മൈനസ്
ഇവൻ്റെ അതും മൈനസ് ജി മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് ജി മൈനസ് മൈനസ് ജി പ്ലസ് ആയി 0. അപ്പോൾ റിലേറ്റീവ് ആക്സിലറേഷൻ ഇവിടെ 0 അപ്പോൾ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മോട് ചോദിക്കുന്നത് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 3 seconds. ഒരു കാര്യം ആലോചിക്കാം, നിങ്ങൾ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉപയോഗിച്ചാലും ടൈം ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് ടൈമിൻ്റെ കാര്യത്തിൽ ഇതേപോലെ ടൈം ഓഫ് എ ബി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഏത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിലും ടൈം സെയിമാണ്. അപ്പോൾ നോക്കിയേ, നമുക്കിതാണ് കാണണ്ടേ, ആഫ്റ്റർ സം ടൈംസ് എത്രയാണ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. ഇങ്ങോട്ട് നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ അറിയാം, വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ ബി ഇൻറ്റു ടൈം അല്ലേ? എത്രയാ? 4 അല്ലേ? ഇത് എത്രയാ? 4 ഇൻറ്റു ടൈം എത്ര സെക്കൻഡാ? 3 സെക്കൻഡ്. അപ്പം 4 × 3 എത്ര കിട്ടി? 12. അതായത് ആഫ്റ്റർ 3 seconds ഇവർ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് 12 ആണെന്ന് അർത്ഥം. നോക്കി, അതെല്ലാം നമുക്കിവിടെ കിട്ടിയേ 12 മീറ്റർ അല്ലേ? ഇതാണ് നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് അറിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എഴുതിയത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ കൺസെപ്റ്റൊക്കെ അറിയാമെങ്കിൽ നമുക്ക് സെക്കൻഡ് നേരം കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത് ചെയ്യാം. നോക്കി, ഒരു കെട്ടിടമുണ്ട്, ഇതിൻ്റെ ഹൈറ്റ് 36 മീറ്ററാണേ. ഒരു കല്ല് എ, ഇത് താഴേക്ക് എറിയുവാണ്. ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് കല്ല് എ ഈക്വൽ ടു 2 m/s. ഇവിടെ നിന്നൊരു കല്ല് ഞാൻ മുകളിലേക്ക് എറിയുക. ഇവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് ബി എന്ന് പറയുന്ന കല്ല്, വെലോസിറ്റിയാണ് 16 m/s. നമ്മൾ ചോദിക്കുകയാണ് എത്ര സമയം കഴിഞ്ഞ് ഇവർ കൂട്ടിമുട്ടുന്നു. ഇത് നമ്മൾ സാധാരണ മെത്തേഡ് S = ut + ½ at² ഒക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ കൺവെൻഷൻ മെത്തേഡില്ലേ ഓരോ കല്ലിൻ്റെ എടുത്ത് ചെയ്യുന്നത്, അതിന് സമയമെടുക്കും. അതിൽ നല്ലതാണ് നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ കൺസെപ്റ്റ്. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്നൊക്കെ ആലോചിക്കേ, ഈ കല്ല് ഇവിടുന്ന് മുകളിലേക്കാണ് പോണേ, ഈ കല്ല് ഇവിടുന്ന് താഴേക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 36 അല്ലേ? ഇനി റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി, വെലോസിറ്റി ഓഫ് എ 2 ആണോ? ഇവൻ താഴേക്കാണ്, അതുകൊണ്ട് -2. ഇതെങ്ങനെ എഴുതുന്നത്? വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി ഓഫ് എ എത്രയാണ്? -2 മൈനസ് വെലോസിറ്റി ഓഫ് ബിയോ മുകളിലേക്കാണ് 16 എടുത്തു. എത്ര കിട്ടി? -18 m/s. നമ്മൾ ചോദിച്ചേക്കാണ് ഇവർ എപ്പോൾ കൂട്ടിമുട്ടുന്നു. അതായത് ഇവർ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് 36 ആകുമ്പോൾ ഇവൻ ഇവിടുന്ന് എത്രയോ കയറിപ്പോയി, ഇവൻ ഇവിടുന്ന് ഇത്ര താഴേക്ക് വന്നു. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ എത്രയാണ്? ഇവർ തമ്മിൽ എത്രയാണ് ടോട്ടൽ സഞ്ചരിച്ചേ? 36 മീറ്റർ. അത്രയാകുന്ന സമയം, ആ സമയമാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് എപ്പോൾ ഇവർ കൂട്ടിമുട്ടുമെന്ന്. ടൈം എനിക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റിയാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. ഇപ്പോൾ ഞാൻ ഈ വെലോസിറ്റി ഇങ്ങോട്ട് എടുത്തു, ടൈമിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈക്വൽ ടു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ, ഇവിടെ SAB എടുത്തപ്പോൾ ഇവിടെ AB റിലേറ്റീവ് വെലോസിറ്റി എടുത്തുനിന്ന്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എടുത്തുനിന്ന്. നോക്കിയേ, 36 ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ്? 18. ടൈമില്ല, അതുകൊണ്ട് മൈനസ് എടുക്കണം. മൈനസ് എടുത്താലും കുഴപ്പമില്ല. നോക്കി, ഇവൻ നമ്മൾ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് AB യിൽ എടുത്തേക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടുന്ന് അളന്നാൽ, താഴേക്ക് അളന്നാൽ മൈനസ് സൈനാണ് താഴേക്ക്. ഇനി നിങ്ങൾ മൈനസിനെ കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ടൈമാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ T = 36/18 എത്രയാണ്? 2 സെക്കൻഡ്. നമ്മൾ മറ്റേ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കണക്കിൽ, ഇത് കുറേ നേരം പിടിക്കും അല്ലേ? ഇപ്പോൾ ഇത് നോക്കി, ഈ റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഗുണം കേട്ടോ. ഇങ്ങനെ നമുക്ക് റിലേറ്റീവ് മോഷൻ പഠിച്ചാൽ ഇങ്ങനത്തെ കണക്ക് ചെയ്യാമെന്ന്. സാധാരണ നമ്മൾ ഇതൊന്നും ഈ മെത്തേഡ് വഴിയൊന്നും ചെയ്യാൻ നിൽക്കില്ല, നമ്മൾ പഴയ മെത്തേഡ് വഴി ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് റിലേറ്റീവ് മോഷനെ കുറിച്ച് 1 ഡയമെൻഷനിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഈ ക്ലാസ് ഒന്ന് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കിനി ഇതിൻ്റെ 2 ഡയമെൻഷണൽ മോഷനിൽ എങ്ങനെ റിലേറ്റീവ് മോഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കാം.